ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ചിങ്ങായല്ലേ, ഓണങ്ങെത്തി, പൂക്കൾക്കൊക്കെ ക്ഷാമമാണ്. അപ്പം ഇത് ഒറിജിനൽ മുല്ലപ്പൂവല്ല, ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടാൽ ഒറിജിനൽ മുല്ലപ്പൂവല്ല എന്ന് ആരെങ്കിലും പറയോ? ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഒരുപാട് നാൾ കേടാവാതിരിക്കും, പൊടി പിടിക്കാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൈയൊക്കെ തുടയ്ക്കുന്നില്ലേ, നല്ല നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പർ, അതാണ്. കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ഇല്ലേ, കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കാൻ. ആദ്യം ഒന്ന് രണ്ടായിട്ട് മടക്കാം. ഇനി ഒരിക്കൽ കൂടെ മടക്കാം. ഇനി മുകളിലോട്ട് മടക്കാം. ഒരു പ്രാവശ്യം കൂടെ മടക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. വേറൊരു ടിഷ്യൂ പേപ്പറിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂടുക. അറ്റ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇനി താഴെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നില്ലേ, അത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഒരു മുട്ട് തയ്യാറായിട്ടുണ്ട്. എന്തെളുപ്പമാണ് അല്ലേ? ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയെടുക്കാം. വേറൊരു ടിഷ്യൂ പേപ്പറിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. അറ്റം കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. മുട്ടുകളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുല്ലമുട്ടിൻ്റെ താഴെ തണ്ടിന് പച്ച നിറം കൊടുക്കണം. മുല്ലമുട്ടിൻ്റെ തണ്ടിന് ലൈറ്റ് പച്ച നിറമാണ്. അപ്പം നമുക്ക് പച്ചയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഒരു കിളിപ്പച്ച കളറാണ്. ഞാനിപ്പോൾ വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത്. അക്രിലിക് പെയിൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പശ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തണ്ടിൽ ഇതുപോലെ വിരലുകൊണ്ട് തേച്ച് പിടിപ്പിക്കാം. തേക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഒട്ടിലാകാതെ നോക്കണം. ഇങ്ങനെ പശ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ തണ്ടിന് കുറച്ച് കട്ടി കൂടി വരും. പിന്നെ നമ്മൾ ഈ തണ്ട് വെറുതെ ചുരുട്ടിയല്ലേ വെച്ചിരിക്കുന്നത്, പശ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇളകി പോകത്തുമില്ല. അപ്പം ഇതുപോലെ തേച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടിയിട്ട് നിരത്തിയിടുക. കളറെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പം പറിച്ചുകൊണ്ടിട്ട് മുല്ലമുട്ട് പോലെ ഉണ്ടല്ലേ. ഇനി നമുക്കിത് കോർത്തെടുക്കാം. നിങ്ങൾക്ക് പൂ കെട്ടുന്ന പോലെ വേണമെങ്കിൽ കെട്ടിയെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൂചി നൂലും വെച്ചിട്ട് ഇതുപോലെ കോർത്തെടുത്താൽ മതി. അപ്പം ഇതുപോലെ എല്ലാം കോർത്തെടുക്കുക. അപ്പോൾ അതാ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ ഒറിജിനൽ മുല്ലമുട്ടല്ല എന്ന് ആരെങ്കിലും പറയോ? അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഹാരമായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ തലയിൽ വെക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.